أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. മാക്സിമം സൗണ്ട് ആയിരിക്കില്ലേ ബോക്സ്? ഇതിന് കൂട്ടാനൊന്നുമില്ലല്ലോ. അവിടെ സ്പീക്കർ അവിടെ ഓളി ഉണ്ടോ? കൂട്ടാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയാലേ. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്നൊക്കെ എണ്ണം പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ ഒരു പ്രദേശത്തും ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. കുടുംബവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ സമയമാണെങ്കിലും ബഹുമാന്യനായ സഹോദരൻ അസ്ലം തിരൂർ നിങ്ങളുമായി ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതോട് ചേർന്ന് തന്നെ തൗഹീദ് സരണിയിൽ കുടുംബത്തോടൊപ്പം എന്ന വിഷയത്തെ ആസ്പദമാക്കി 6 മണി വരെയാണ് എനിക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ ഇൻഷാ അല്ലാഹ് വിഷയത്തോട് നീതി പുലർത്തി വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ ഒരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മുതൽക്കൂട്ടാകുന്ന സ്വാലിഹായ കർമ്മമായി അവൻ നമ്മിൽ നിന്നും കബൂല് ചെയ്യുമാറാവട്ടെ. പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പറയുന്നതിനും കേൾക്കുന്നതിനുമുപരി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന് തഖ്വയുള്ള ആളുകളായി ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കുടുംബം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയമാണ്. കുടുംബം അത് മനുഷ്യന്റെ ഒരു സവിശേഷത കൂടെയാണ്. മനുഷ്യന് കുടുംബമില്ലാതെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റിതര ജീവജാലങ്ങൾ ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായി നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ജീവി എനിക്കിനി കുടുംബം ആവശ്യമില്ല, എനിക്ക് മാതാപിതാക്കളുടെ ആശ്രയമോ എൻ്റെ ഭാര്യയുടെ ആശ്രയമോ ഭർത്താവിൻ്റെ ആശ്രയമോ മക്കളുടെ ആശ്രയമോ എന്ന് എനിക്കിനി ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറാണ് എന്നൊരു പ്രതിജ്ഞ ചെയ്യുന്ന നമ്മളെ നാട്ടിലൂടെ കാണുന്ന ഏതെങ്കിലും ഒരു പട്ടിയോ പൂച്ചയോ ആടോ പശുവോ അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്താൽ അങ്ങനെ മരണം വരെ അതിന് ജീവിക്കാൻ സാധ്യമാണ്. പക്ഷേ നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് നമ്മുടെ മാതാവ് ജന്മം നൽകി അതിനുശേഷം ഈ കുട്ടി തനിയെ ജീവിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചാൽ നമ്മിൽ എത്ര പേർ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അഥവാ ഈ രൂപത്തിലല്ലാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം ഏതൊരു മേഖലയിലും നൽകിയതുപോലെ തന്നെ ഈ മേഖലയിലും വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. കാരണം നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്.
ഈ കുടുംബ സംവിധാനം നിശ്ചയിച്ചു വെച്ചതും അത് സൃഷ്ടിച്ചതും റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങളും നിയമാവലികളും കാത്തു സൂക്ഷിക്കേണ്ടത് രൂപത്തിൽ തന്നെ നമ്മുടെ കുടുംബം എന്ന ഈ പ്രധാനപ്പെട്ട മേഖലയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തി പറയേണ്ട വിഷയമാണോ? നമ്മളൊക്കെ എത്ര കാലമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. നമ്മളിങ്ങനെ കുട്ടികളും മക്കളും ഇരമക്കളൊക്കെ ആയിട്ട് ജീവിക്കല്ലേ. പിന്നെ ഇങ്ങനെ ഒരു കുടുംബ സംഗമം പവിത്രമാണ് കുടുംബം, ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധാലുക്കളും സൂക്ഷ്മാലുക്കളുമാണ് കുടുംബത്തിന്റെ വിഷയത്തിൽ. കുടുംബം സുരക്ഷിതമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കുടുംബത്തിന് കൃത്യമായി അന്നം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. അവർക്ക് എവിടെയെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് നികത്തുവാനുള്ള പരിശ്രമങ്ങളാണ് നിതാന്തമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിത്യേന നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പകലന്തിയോളം നമ്മൾ അധ്വാനിക്കുന്നത്. ആണുങ്ങൾ ആ രൂപത്തിൽ അധ്വാനിക്കുന്നു, വിദേശത്ത് പോയിട്ട് അധ്വാനിക്കുന്നു, കുടുംബത്തെ വിട്ടുകൊണ്ട് അധ്വാനിക്കുന്നു. സ്ത്രീകൾ അവരുടേതായ മേഖലയിൽ ആ അധ്വാനങ്ങൾ പൂർത്തീകരിക്കുന്നു. അവരുടെ പരിശ്രമങ്ങൾ നമ്മളിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ജീവിതത്തിന്റെ മഹാഭൂരിഭാഗം സമയവും നാം ചെലവഴിക്കുന്നത് എന്തിന് എന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോടും സഹോദരിമാരോടും ചോദിച്ചാൽ, നമ്മൾ ഒന്നിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ, എന്റെ മക്കൾ സന്തോഷമായിരിക്കാൻ, എന്റെ ഭാര്യയും എന്റെ ഭർത്താവും എന്റെ കുടുംബവും എന്റെ മാതാപിതാക്കളും അവരൊക്കെ സുരക്ഷിതരായിരിക്കാൻ, ഒരു നല്ല വീടുണ്ടാവാൻ, നല്ല പാർപ്പിടം ഉണ്ടാവാൻ, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല രൂപത്തിൽ അവരൊക്കെ ജീവിക്കണം. ഇതിനു വേണ്ടി നമ്മളൊക്കെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ വിവാഹവും അതിനുശേഷമുള്ള കാര്യങ്ങളും അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ മഹാഭൂരിഭാഗവും സമയം നമ്മൾ ചെലവഴിക്കുന്നു എന്ന് ഒരു മറുപടി നമുക്ക് പറയാൻ കഴിയുന്നു. എന്നിരുന്നാലും ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ആദർശബോധമുള്ള തത്വയുള്ള ദീനുള്ള ഓരോ മനുഷ്യരും ഇന്ന് ആശങ്കാകുലരാണ്. എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ? എന്താണ് ഇന്നത്തെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ? എന്താണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ, നമ്മുടെ വർത്തമാന കാലത്തെ അവസ്ഥകൾ എന്താണ്? ഈ കാലഘട്ടം ഇങ്ങനെയാണെങ്കിൽ വരും തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? അധാർമിക പ്രവർത്തനങ്ങൾ, ലഹരിക്കടിമപ്പെടുന്ന അവസ്ഥകൾ, വലിയ വലിയ മാന്യന്മാരായ ദഅവ പ്രവർത്തനങ്ങളിൽ, ഇസ്ലാഹി ദഅവ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലുള്ള സഹോദരങ്ങളുടെ മക്കളെ തോന്നിവാസങ്ങൾക്ക്, അധാർമിക പ്രവർത്തനങ്ങൾക്ക്, ലഹരി ഉപയോഗത്തിന്, വലിയ വലിയ ക്രൈമുകൾക്ക് വേണ്ടി പിടിക്കപ്പെടുമ്പോൾ അപമാനിതരാകുന്നു. നമ്മൾ ആശങ്കാകുലരാണ്. എന്താണ് നാളെ ഇത് എന്റെ വീട്ടിലേക്ക് കയറി വരുമോ? എന്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത, പുതിയ തലമുറയെ കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് എന്റെ മക്കള് ചെന്നുപെടുന്നല്ലോ. എന്ത് സംഭവിക്കും? എന്തായിരിക്കും ഇനിയത്തെ തലമുറയുടെ, ഇനിയത്തെ കുടുംബത്തിന്റെ അവസ്ഥ? കുടുംബം ആവശ്യമില്ല, വിവാഹം ആവശ്യമില്ല. എന്തിനാണ് വിവാഹം? അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, വലിയ പ്രാരാബ്ധങ്ങളല്ലേ എന്ന് പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ചിന്താധാരകൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. മക്കളൊക്കെ അങ്ങനെയാണ് ഇപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ, പിന്നീടാവാം, അല്ലെ ഇതില്ലെങ്കിൽ ഇപ്പൊ എന്താണ് കുഴപ്പം എന്നിത്യാദി ചിന്തകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ ആശങ്കകൾക്കപ്പുറത്ത് ഇതിനൊക്കെ എന്ത് പരിഹാരമുണ്ട്? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്ത് പരിഹാരമാണ് ഇത്തരം വിഷയങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുക. ഇവിടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും നമ്മൾ ചെലവഴിക്കുമ്പോൾ, അവിടെ ഭൗതികമായ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കോപ്പുകൾ കൂട്ടുമ്പോൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സുരുക്കൂട്ടി വെക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ കൃത്യമായി കൊണ്ടുള്ള ഒരുപാട് അധ്വാനങ്ങൾ അധ്വാനിക്കുമ്പോൾ, ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇതിനപ്പുറത്ത് ഇത്തരം അധ്വാനങ്ങൾക്ക് ഉപരിയായിട്ട് ചില നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കാനുണ്ട്. എന്തെല്ലാമാണ് അത്തരം നിയമങ്ങളും നിയമാവലികളും? കൃത്യവും വ്യക്തവുമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വിഷയം, കുടുംബം പരലോകത്തുകൂടെ വിജയിക്കണം എന്നുള്ളതാണ്. നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാണ്? നമ്മൾ രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നത് എന്തിനാണ്?
നമ്മൾ എന്തിനാണ് റിസ്ക് എടുത്തുകൊണ്ട് ബിസിനസ്സുകളും കച്ചവടങ്ങളും കൃഷികളും അതുപോലെ തന്നെ വിദേശത്ത് പോയി മണലാരണ്യത്തിൽ വെയിലും മഴയുമില്ലാതെ തണുപ്പും ചൂടും പരിഗണിക്കാതെ നമ്മൾ എന്തിനാണ് അധ്വാനിക്കുന്നത്? കുടുംബം സുരക്ഷിതരായിരിക്കണം. എവിടെ സുരക്ഷിതരായിരിക്കണം? എവിടെ സുരക്ഷിതരായിരിക്കണം? ഇവിടെ സുരക്ഷിതരായിരിക്കണം. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് നല്ല വീടുണ്ടാവണം, അവര് നല്ല രൂപത്തിൽ ജീവിക്കണം, അവർ നല്ല ഭക്ഷണം. ഇതൊക്കെ എവിടെയാണ്? ദുനിയാവിന്റെ വിഷയം. പക്ഷേ ഇസ്ലാം നമ്മോട് കുടുംബത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് അല്പം കൂടെ ഉയർന്ന തലങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമെന്നാണ്. നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഏത് സമയത്തും നശിച്ചു പോയേക്കാവുന്ന ഈ ദുനിയാവിന്റെ വിഷയത്തിലാണ്. ഇവിടെ അവരൊക്കെ നന്നാവണം. അതിലുപരി നമ്മൾ തഖ്വയുള്ളവരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, നമ്മൾ മുഅ്മിനുകളാണെങ്കിൽ, യഥാർത്ഥ മുസ്ലിമുകളാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മാതാപിതാക്കളും അടങ്ങുന്ന നിങ്ങളുടെ കുടുംബമുണ്ടല്ലോ, ഈ കുടുംബം പരലോകത്തുകൂടെ വിജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് ഇസ്ലാം പറയുന്നത്. ദുനിയാവിലൊന്നും ഞെരുങ്ങിയാലും, ദുനിയാവിൽ അല്പം പ്രയാസപ്പെട്ടാലും അസഹനീയമായ പാരത്രിക ലോകത്തെ പരാജയം അത് സഹിക്കുക സാധ്യമല്ല. ഇത് തിരിച്ചറിഞ്ഞവരും ഇത് അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. പരലോകത്തെ വിജയമാണ് ആത്യന്തികമായ വിജയം, പരലോകത്തെ പരാജയമാണ് ആത്യന്തികമായ പരാജയം. ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മളെന്ന് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിത ശൈലിയും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടാകും. ഞാൻ ദുനിയാവിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, അതല്ല പരലോകത്തിന് വേണ്ടിയിട്ടാണോ? പരലോകമാണോ എനിക്ക് മുഖ്യം, അതല്ല നശിച്ചു പോയേക്കാവുന്ന ഇന്നോ നാളെയോ അവസാനിച്ചു പോയേക്കാവുന്ന ഈ ദുനിയാവാണോ എനിക്ക് മുഖ്യമെന്ന് പലപ്പോഴും നമ്മുടെ ജീവിത ശൈലി കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മോട് തോന്നിപ്പോകുന്ന ഒരു സംശയമാണത്. പാരത്രിക ലോകമാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് വചനങ്ങളിലൂടെ ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമർ അതിന്റെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ ഖാസിരീൻ, തീർച്ചയായിട്ടും പരാജിതർ അവരാരാണെന്നറിയുമോ? അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം, സ്വയം പരാജയപ്പെട്ടു പോയ ആളുകൾ, സ്വയം പരാജിതരായ ആളുകൾ. അല്ല, അവർ മാത്രമല്ല വഅഹ്ലീഹിം, അവരുടെ കുടുംബവും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് യൗമൽ ഖിയാമ. എവിടെ? ദുനിയാവിലെ വിഷയത്തിലല്ല. ഇവിടെ നമ്മള് ക്ലാസുകൾക്ക് വേണ്ടി, മോട്ടിവേഷൻ ക്ലാസുകൾക്ക് വേണ്ടി നമ്മൾ പരതാണ്. ആരെ ക്ലാസ്സാ നല്ലത്? എന്താണ് അവിടെ പറയുന്ന വിഷയം? എങ്ങനെയാണ് നമുക്ക് സക്സസ് ആവാൻ സാധിക്കുക? ആരാണ് സക്സസ്ഫുൾ പേഴ്സൺ? ആരാണ് വിജയി? ആരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവൻ? എന്നാൽ അള്ളാഹു പറയുന്നത് ഈ ദുനിയാവിലെ വിജയത്തെ കുറിച്ചിട്ടല്ല, ഇവിടുത്തെ സക്സസ്ഫുൾ പേഴ്സണെ കുറിച്ചിട്ടല്ല അള്ളാഹുവിന്റെ പരാമർശം, അള്ളാഹുവിന്റെ അധ്യാപനം അവിടെയല്ല. അള്ളാഹു പറയുന്നത് പാരത്രിക ലോകത്ത് പരാജയപ്പെടുന്ന, കുടുംബസമേതം പരാജയപ്പെടുന്ന ചില ആളുകളുണ്ട്. കുടുംബമാണ് നമ്മുടെ വിഷയം. കുടുംബത്തോടെ തൗഹീദിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നമുക്ക് പരാമർശിക്കേണ്ട, ചർച്ച ചെയ്യുന്ന വിഷയം. അള്ളാഹ് പറയുന്നു, ഈ കുടുംബത്തോടെ പാരത്രിക ലോകത്ത് ഖിയാമത്ത് നാളിൽ പരാജിതരാകുന്ന ചില ആളുകളുണ്ട്. അലാ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിയണേ, അലാ നിങ്ങൾ മനസ്സിലാക്കണേ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഇത് തന്നെയാണ് യഥാർത്ഥ പരാജയം. ദുനിയാവിൽ ചെറിയ പരാജയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം, പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥ പരാജയം. യഥാർത്ഥ പരാജയം ഖിയാമത്ത് നാളിൽ പാരത്രിക ലോകത്ത് നമ്മൾ പരാജയപ്പെട്ടോ, നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബസമേതം നമ്മൾ എന്താണ് പരാജയം? നിരവകാവകാശമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹരീമിലെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് സുപരിചിതമായ വചനമാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, അള്ളാഹ് വിളിക്കുന്നത് വിശ്വാസമുള്ളവരെയാണ്, ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ,
ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. നരകത്തിന്റെ അഗ്നിനാളങ്ങളിലേക്ക് എത്തിപ്പെടാതെ നിങ്ങൾ സ്വയം സുരക്ഷിതരായി മാറണം. അതിനു വേണ്ട അധ്വാനങ്ങൾ ഈ ഐഹിക ലോകത്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. കാരണം എന്താ? ഞാൻ തൗഹീദുള്ളവനാണ്. ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ഞാൻ നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളാണ്. സുബഹിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് പോകലുണ്ട്. ഞാൻ തഹജ്ജുദൊക്കെ നിസ്കരിക്കലുണ്ട്. ഞാൻ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കലുണ്ട്. ഞാൻ എങ്ങനെ ദീനി മേഖലയിലൊക്കെ ഉഷാറാണ്. പക്ഷെ ഭാര്യ പങ്കെടുക്കലുണ്ടോ? ഭാര്യ അങ്ങനെ ഓക്കുവാണെങ്കിൽ ഓക്കെന്താ ബുദ്ധിയില്ലേ? ഓളുവാണെങ്കിൽ ആലോചിച്ചോട്ടെ. നിങ്ങൾ ഭർത്താവ് പങ്കെടുക്കലുണ്ടോ? എന്താ ഭർത്താവിന് ഇതൊക്കെ മനസ്സിലാക്കിക്കൂടെ? ഞാൻ ഈ കാണുന്നത്, ഞാൻ ഈ പോകുന്നതൊക്കെ ഭർത്താവ് അറിയുന്നില്ലേ? ആർക്കുവാണെങ്കിൽ അയാൾ നന്നായിക്കോട്ടെ. ഞാനെന്താ, എനിക്ക് സ്വർഗത്ത് പോകണം. മക്കളൊക്കെ വലുതാകുമ്പോ ശരിയാവും. ഇപ്പോല് പഠിക്കല്ലേ, ഇപ്പോല് തിരക്കിലല്ലേ, ഇപ്പോല് ചെറുപ്പക്കാരല്ലേ. നമ്മളൊക്കെ പ്രായമാകുമ്പോ ഓലങ്ങ് ശരിയാവും, ഓലങ്ങ് നന്നാവും. സുബൈക്കൊക്കെ അങ്ങ് കോല കൂട്ടിക്കൂടെ? രാവിലെ ഉറങ്ങേണ്ട കുട്ടികളല്ലേ, ഓല് ഉറങ്ങേണ്ട സമയല്ലേ? വല്ലാത്തൊരു സ്വാർത്ഥത ഈ വിഷയത്തിൽ നമുക്കുണ്ട് അല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകൾ സുബഹിക്കൊക്കെ പള്ളിയിൽ പോകുമ്പോ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പോകുന്ന നല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഒതുവെടുക്കുക. പക്ഷേ ബക്കറ്റിൽ വെള്ളം വീകുന്ന സൗണ്ട് ഇട്ടിട്ട് മക്കളൊക്കെ ഞെട്ടി നീച്ചാലോ? അതില് പോലും ആ ഡോറൊക്കെ ചാരി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ചാവി കൊണ്ട് പള്ളിയിലേക്ക് പോവുകയ്യ. കാരണം എന്താ? അത് നമ്മൾ പൂട്ടിപ്പോയാൽ മതിയല്ലോ. മറ്റെന്താ വെച്ചാൽ ചാവി ഉള്ളിൽ വെക്കണം. നമ്മൾ പുറത്തു പോയാൽ പൂട്ടിയിട്ട് ചാവി ഉള്ളിൽ വെക്കണ്ടേ? അതിനിപ്പം ബാക്കിയുള്ളവർ എണീക്കണ്ടേ? അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല. പരലോകത്തിന്റെ വിഷയത്തിൽ കേട്ടോ, ദുനിയാവിന്റെ വിഷയത്തിലല്ല. പരലോകത്ത് നമ്മുടെ കൂടെ ആരും സ്വർഗത്തിലേക്ക് വരരുത് എന്നൊരു വാശി നമുക്കുള്ളതുപോലെയാണ് സത്യത്തിൽ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ. എന്തൊരു സൂക്ഷ്മതയും എന്തൊരു തെക്കുവയൊക്കെയാണ് ഈ വിഷയത്തിൽ. പക്ഷെ അള്ളാഹ് പറയുന്നു, നിങ്ങൾ മാത്രം ഖുർആൻ ക്ലാസ് പങ്കെടുത്താൽ പോരാ, നിങ്ങൾ മാത്രം സുബഹിക്ക് പള്ളിയിൽ പോയാൽ പോരാ, നിങ്ങൾ മാത്രം കൃത്യമായി നമസ്കരിച്ചാൽ പോരാ, നിങ്ങൾ മാത്രം ഖുർആനിന്റെ പഠിതാക്കളായാൽ പോരാ, നിങ്ങൾ മാത്രം ഈ ദീനീ മേഖലയിൽ, ദഅവാ മേഖലയിൽ, ആദർശ മേഖലയിൽ നിങ്ങൾ മാത്രമല്ല, കുടുംബമാണ് വിഷയം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, എന്റെ പ്രിയപ്പെട്ടവൾ നാളെ നരകത്തിൽ പ്രവേശിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നാളെ നരകത്തിൽ പ്രവേശിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മക്കൾ നാളെ നരകത്തിന്റെ വിറകുകൊള്ളികളായി മാറരുത്. ഞാനുമായി ബന്ധപ്പെടുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എന്റെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് വരണം. ഞാൻ അടിക്കടി അതിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിന്റെ നിയമാവലികളും അതിന്റെ റൂളുകളും ഒക്കെയാണ് എന്റെ കുടുംബത്തിൽ. കൃത്യമായി നമസ്കരിക്കണം, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം, ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോകണം. ഇങ്ങനെ ഒരുപാട് നിയമാവലികൾ എന്റെ വീട്ടിലുണ്ട്. എന്തിനാണത്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. എന്നിട്ട് അല്ലാഹ് നരകത്തെ കുറിച്ച് പറയുന്നു, വഖൂദുഹന്നാസു വൽ ഹിജാറ, വലിയ കല്ലുകളും പാറകളും മനുഷ്യരെ അവിടെ കത്തിക്കപ്പെടുന്നത്, ആ നരകത്തിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിന സ്വഭാവക്കാരായ പരുക്ക സ്വഭാവമുള്ള മലക്കുകളെയാണ് ആ നരകത്തിന്റെ പാറാവുകാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ, അല്ലാഹുവിന്റെ ഏതേതു കൽപ്പനകളും ധിക്കരിക്കാതെ കൃത്യമായി അത് നിർവഹിക്കുന്നവരാണ് മഹാന്മാരായ ആ മലക്കുകൾ. അവരോട് കരഞ്ഞിട്ടോ കാലു പിടിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല എന്നർത്ഥം. അവിടെ എത്തിയ പല ആൾക്കാരും അങ്ങനെ ഉണ്ടാകും. മലക്കുകളോട് പറയുന്നവരുണ്ടാകും, പടച്ചോനെ പറ്റിപ്പോയതാണ്, ഒന്നുകൂടെ ദുനിയാവ് പോട്ടെ എന്ന് പറയുന്നവരുണ്ടാകും. ഞാൻ അവിടെ ഒന്ന് പോയി തിരിച്ചു വന്നാൽ പിന്നെ നന്നായിക്കോളാന്ന് പറയുന്നവർ. ഇതൊന്നും അവിടെ പിന്നെ പരിഗണിക്കൂല. ആ മലക്കുകളെയാണ്, അത്തരം മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കാവൽക്കാരാകുന്നത്. അള്ളാഹു പറഞ്ഞു, ആ നരകത്തിൽ നിന്ന് നിങ്ങളെ മാത്രമല്ല, നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വയം ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞല്ലോ, കുടുംബത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. എന്താ എന്റെ മക്കൾ ഇങ്ങനായി പോയത്? ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ
അല്ലേ? എന്താ എന്റെ ഭാര്യ ഇങ്ങനെ, ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ, എന്താ എന്റെ ഭർത്താവ് ഇങ്ങനെ, ഈ കുട്ടിക്കും ഭർത്താവിനും വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെടും, എന്താ എന്നോട് ഇങ്ങനെ, നമ്മൾ പറഞ്ഞില്ലേ? പക്ഷേ ഈ കുടുംബത്തിലേക്ക് ദീൻ പകർന്നു കൊടുക്കാൻ, ആദർശബോധമുള്ള കുടുംബമാക്കി മാറ്റാൻ, അതിനു വേണ്ട ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടി നാം എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ആ പരലോകത്ത് വിജയം, അതാണല്ലോ ആത്യന്തിക വിജയം. അവിടെ വിജയിക്കാൻ എന്റെ മക്കൾക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന് ഞാൻ എന്താണ് പകർന്നു നൽകിയിട്ടുള്ളത്? ഇതാ പരിശോധിക്കേണ്ടത്. ഇതാണ് പാരത്രിക ലോകം. ഏറെ അപകടകരമാണ്. അവിടെ നമുക്ക് പരാജയപ്പെടാനുള്ള എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവിടെ നമ്മളെ ആരും സഹായിക്കാനുണ്ടാവില്ല. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്, അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്, ഇവിടെ നമ്മൾ എല്ലാവരും ഉണ്ട്, കുടുംബമായിട്ടാണ് പക്ഷേ പരലോകത്ത് നമ്മൾ ഏറെ സ്നേഹിച്ച മക്കൾ നമുക്ക് ഉപകാരപ്പെടാത്ത ലോകമാണ് പരലോകം. നമ്മൾ സ്നേഹിച്ച ഭാര്യയും ഭർത്താവും ഒന്നും നമുക്ക് അവിടെ രക്തബന്ധങ്ങൾക്ക്, സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ലോകമാണ് പരലോകം. ഞാൻ ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിന്റെ അവസാന ഭാഗത്തുള്ള വചനം 33-ാമത്തെ ആയത്ത് അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ, അവന്റെ നിയമാവലികൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണേ. വഖ്ശൗ യൗമ, ഒരു ദിവസത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഒരു ദിവസത്തെ കുറിച്ച് അള്ളാഹു പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു മാതാപിതാക്കളെ കൊണ്ടും ഒരു മക്കൾക്കും ഉപകാരം ലഭിക്കാത്ത ഒരു ദിനമാണത്. ഒരു മക്കളെ കൊണ്ടും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിനമാണത്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഈ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തണേ. അതാണ് അല്ലാഹ് പറയുന്നത്, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്. സംശയം ആവശ്യമില്ല ഈ വിഷയത്തിൽ. ഖിയാമത്ത് നാൾ സംശയമാണ്. ഇപ്പോ പലർക്കും അതൊക്കെ ഉണ്ടാവുമോ? നമ്മളിങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ കിടന്ന് കബറിൽ വെച്ച് മണ്ണിലൊക്കെ ലയിച്ചു ചേർന്ന് നമ്മളെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയി പിന്നെ എങ്ങനെ രണ്ടാമത്, അല്ലേ? സംശയം. പുതിയ കുട്ടികളുടെ ഇടയിലേക്ക് പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താധാരകൾ അതാണ്. അതൊക്കെ വെറുതെ നിങ്ങളൊന്നും നന്നായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പരലോകം. അങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെ സംഭവിക്കുക? അതൊക്കെ സാധ്യമാണോ അങ്ങനെ രണ്ടാമത് ജീവിക്കാൻ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. അല്ലാഹ് പറഞ്ഞു, ഈ വിഷയത്തിൽ നീ സംശയാലുവാണെങ്കിൽ, പരലോകമുണ്ടെന്ന വിഷയത്തിൽ, ഒരു രണ്ടാമത് നിന്നെ പുനർജീവിപ്പിക്കുന്നു എന്ന വിഷയത്തിൽ നിനക്ക് സംശയമുണ്ടെങ്കിൽ, മനുഷ്യ, നിന്റെ ഗതകാലത്തെക്കുറിച്ച്, നിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ആരായിരുന്നു? നീ യുവാവായിരുന്നോ? നീ കുട്ടിയായിരുന്നോ? നീ പറയുന്നോ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നു. ശരി, അതിനു മുമ്പേ എവിടെയായിരുന്നു? നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ല. ഹല്ലാത്താലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഞാൻ ഇന്നതാണെന്ന് പറയാൻ പോലും സാധ്യമല്ലാത്ത ഒരു നീണ്ട കാലഘട്ടം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ശുദ്ധശൂന്യതയിൽ നിന്ന് റഹ്മാനായ റബ്ബ് നിന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ട് ഈ പരുവത്തിലേക്ക് നിന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് തണ്ടും തടിയും മസിൽ പവറുമുള്ള ആരോഗ്യമുള്ള വൈജ്ഞാനികമായി ഉയർന്ന തലത്തിലെത്തിയപ്പോ നീ ചോദിക്കുന്നു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് രണ്ടാമതെന്നെ പുനഃസൃഷ്ടിക്കുന്നത് ആരാണ്? ആർക്കാണ് അതിന് സാധിക്കുക? ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആരാണ് മനുഷ്യ നിന്നെ ആദ്യമായി ശുദ്ധശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്? ആ റബ്ബ് തന്നെയാണ്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. അവൻ തന്നെ സൃഷ്ടിക്കും, അതിൽ സംശയം വേണ്ട. സംശയം വേണ്ട.
ഖിയാമത്ത് നാളുണ്ടാകും, പുനർജീവിതമുണ്ടാകും. വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ബർസഖി ലോകത്ത് നിന്ന്, ഖബറിടങ്ങളിൽ നിന്ന് നിങ്ങൾ ഏത് രൂപത്തിൽ നിങ്ങളുടെ മൃതശരീരം നശിപ്പിച്ചു കളഞ്ഞാലും വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, അല്ലാഹ് നിങ്ങളെ പുനർജീവിപ്പിക്കുമെന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബാണ് നമ്മോട് പറഞ്ഞത്. സംശയാലുക്കളാവേണ്ടതില്ല. ഇന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് ശുദ്ധശൂന്യതയിൽ നിന്നാണ് വന്നതെന്ന ആ പിന്നോട്ടൊരു യാത്ര നടത്തിയാൽ രണ്ടാമതൊരു ജന്മമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് അള്ളാഹുവാണ് പറഞ്ഞത്. പക്ഷേ ആ പരലോകത്ത് ഒരാളെ കൊണ്ടും നിങ്ങൾക്ക് ഉപകാരമുണ്ടാവില്ല. അതോർത്തുകൊണ്ട് വേണം മനുഷ്യ നിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയും. അല്ലാഹ് നമ്മോടാ പറയുന്നത്. വിശ്വാസികളെ, മനുഷ്യരെ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന്റെ ഭംഗി കണ്ട്, ഇതിന്റെ പളപളപ്പ് കണ്ട് ഇത് തന്നെയാണ് എന്റെ ശാശ്വത ജീവിതമെന്ന് നിങ്ങൾ ധരിച്ചു വശാവരുത്. ഈ ദുനിയാവിന്റെ പിറകെ നിങ്ങൾ വല്ലാതെ പോയി പോകരുത്. ഫലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാച് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവൻ ചോദിക്കും, അതെങ്ങനെ? രണ്ടാമതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് സ്വതന്ത്ര ചിന്തകരുടെ രൂപത്തിൽ, അത് നവലിബറലിസത്തിന്റെ രൂപത്തില്, അത് യുക്തിവാദത്തിന്റെ രൂപത്തില്, അത് ക്യാമ്പസുകളിലെ നിരീശ്വരവാദ നിർമ്മിത വാക്താക്കളായിക്കൊണ്ട് നമ്മുടെ സമീപത്ത് വന്നിരിക്കും. അല്ലാഹ് പറയുന്നു, ഫലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. യുക്തിശൂന്യമായ, ബുദ്ധിശൂന്യമായ അത്തരം വാഗ്ധോരണികൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. അത് നിങ്ങളുടെ പരാജയമാണത്. നിങ്ങളുടെ പരലോകം പരാജയപ്പെടുത്തി കളയും. കാരണം പരലോകത്ത് ഈ രക്തബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ഇവിടെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചോ അവരെ നമ്മൾ തള്ളിപ്പറയും. അവരെ നമ്മൾ പരലോകത്ത് തള്ളിപ്പറയും. യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. ഈ ദുനിയാവിൽ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നമ്മൾ പറഞ്ഞ, നമ്മൾ ലാളിച്ച് പോറ്റി വളർത്തിയ ആ മക്കളെ കൊടുത്തിട്ടെങ്കിലും പടച്ച റബ്ബേ, ഞാൻ എന്റെ മക്കളെ തരാം. ബിബനി, എന്റെ മക്കളെ നിനക്ക് പകരം തരാം റബ്ബേ. ഈ നരകത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇവിടുന്ന് എന്താ നിങ്ങളെ പള്ളിയിലേക്ക് കാണാത്തത്? എന്താ നിങ്ങൾക്ക് ഈ ദഅവാ പ്രവർത്തനങ്ങൾക്കൊന്നും സമയമില്ലാത്തത്? നിങ്ങള് ഇങ്ങോട്ട് കാണും, തിരക്കാണ്. എന്താ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്, മക്കളുണ്ട്, കുടുംബല്ലേ. അതിനിടയിൽ ഇതിനൊന്നും സമയമില്ല. പക്ഷേ ആ മക്കളെ, ഏതു മക്കൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ നമസ്കാരം നാം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, ഏതു മക്കൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടിയിട്ടുള്ളത്, ഏത് കുടുംബത്തിന് വേണ്ടിയിട്ടാണോ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മാറ്റിവെച്ചിട്ട് ദുനിയാവിനെ നമ്മൾ പകരം വാങ്ങിയിട്ടുള്ളത്, ആ പരലോകത്ത് വെച്ചിട്ട് അതാ അവര് പറയുന്നു, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനി. അല്ലാഹുവേ, എന്റെ മക്കളെ തരാം. വസാഹിബതിഹി വബനി വസാഹിബതിഹി വഅഖി. എന്റെ കൂടെ കിടന്നവളാണ്, ശയിച്ചവളാണ്, എന്റെ പ്രിയപ്പെട്ടവളാണ്, എന്റെ പ്രിയപ്പെട്ടവനാണ്, എന്റെ സഹോദരനാണ്. പടച്ചവരെ, എന്റെ കുടുംബത്തെ അഖിലവും നിനക്ക് തരാം. എനിക്ക് ഈ പരലോകത്തൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ദുനിയാവിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ദുനിയാവിൽ എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചത്. പരലോകം മറന്നുപോയി റബ്ബേ. ഇത് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും എന്ന് അല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അവിടെ നമുക്ക് ആരായിക്കോട്ടെ, അള്ളാഹുവിന്റെ ഹബീബ്, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ പൊന്നുമോള് ഫാത്തിമയെ വിളിക്കുന്നു. യാ ഫാത്തിമത്തു എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമ, മോളെ ശരീരത്തെ നാളെ നരകത്തിൽ നിന്ന് മോള് തന്നെ രക്ഷപ്പെടുത്തണേ. ആരാണ് പറയുന്നത് പ്രിയമുള്ളവരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. ഇതേതാ മാസം? റബീഉൽ ആഖിർ മാസമാണ് അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ റാത്തീബും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സജീവമായി നടമാടുന്ന മാസമാണ്.
ആ റാത്തീബിലും മാലയിലും മൗലൂദിലൊന്നും പഠിപ്പിക്കുന്ന പരലോകമല്ല ഞാനീ പറയുന്നത്. ഇത് ഖുർആനിന്റെ പരലോകമാണ്. ഇത് റഹ്മാനായ റബ്ബ് പരിചയപ്പെടുത്തിയ പരലോകമാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ ഈ പ്രബോധനത്തിലൂടെ പരിചയപ്പെടുത്തിയ പരലോകമാണ്. അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തുന്നത് മോൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നാളെ ആ പാരത്രിക ലോകത്ത് അഷ്റഫുൽ ഖൽഖിന്റെ മകളാണെന്ന് പറഞ്ഞാൽ, മഹാനായ സയ്യിദായ നമ്മുടെ ഹബീബായ മുഹമ്മദ് നബിയുടെ മകളാണെന്ന് പറഞ്ഞാൽ, മോളെ ഫാത്തിമ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്റെ പൊന്നുമോളെ, മോളെ ശരീരത്തെ പൊന്നുമോള് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അതിനു വേണ്ട പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും മോള് കൈക്കൊള്ളണേ. മാലക്കാരൻ പറയുന്ന പരലോകം ഇതല്ല. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ആ പരലോകത്തിന് ഖുർആനുമായി ബന്ധമില്ല. ഏതെങ്കിലും ഒരാൾ ഖാദിരിയ്യ തരീഖത്ത് സ്വീകരിച്ചാൽ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് സ്വാത്വികനായ പണ്ഡിതനാണ്. ബഗ്ദാദിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് തൗഹീദി പ്രബോധന മേഖലയിൽ അല്ലാഹുവല്ലാത്ത ഒരാളോടും ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മോനെ, നിനക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖിനോടും നീ അപരാധി പറയരുതേ, ഒരു സൃഷ്ടികാരങ്ങളുടെ സമീപത്തേക്കും നീ പോവരുതേ എന്ന് പഠിപ്പിച്ച മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ച പരലോകം ഇതല്ല. മറ്റേ പരലോകം ഏതാ? അത് നമ്മുടെ കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് എഴുതി ഏകപ്പെടുത്തിയ പരലോകമാണത്. കുത്തുബിയത്തിലെ പരലോകം അതങ്ങ് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് ജനിച്ച അവിടെ വളർന്ന അവിടുത്തെ പണ്ഡിതനാണെന്ന് അവിടുത്തെ പണ്ഡിതനാണെന്ന് പറയുന്ന സദഖത്തുല്ലാഹിൽ കാഹിരി എഴുതിയ പരലോകമാണത്. ആ പരലോകം ഇസ്ലാമിന് അന്യമാണ്, ഖുർആനിന് അന്യമാണ്, പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് അന്യമാണ്. അള്ള പഠിപ്പിക്കുന്ന പരലോകം ഇതാണ്. ഒരാൾക്കും ഒരാളെ കൊണ്ടും ഒരു ഉപകാരവും ലഭിക്കാത്ത പരലോകമാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണമോ, അള്ള പഠിപ്പിച്ച വിശ്വാസം നമ്മുടെ കൈവശമുണ്ടാവണം. ഏതെങ്കിലും ത്വരീഖത്തിൽ അംഗമായതുകൊണ്ടോ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടോ അതൊന്നും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണെന്ന് സഹോദരങ്ങളെ നമ്മൾ ധരിച്ചു വശാവരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഈ ആദർശമാണ് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത്. ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചതാണ് ഈ ഹിദായത്ത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന ചോദ്യത്തിന് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് പറയാനുള്ളത് ഹിദായത്താണ്. ഞാൻ മുസ്ലിമായി, എനിക്ക് വീടുണ്ടായതോ എനിക്ക് വാഹനം ലഭിച്ചതോ എന്റെ ഈ രൂപത്തിലുള്ള സൗകര്യം ഇതൊന്നുമല്ല. പാരത്രിക ലോകത്ത് പരലോകമാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. അവിടെ വിജയിക്കാനാണ് എന്റെ റബ്ബ് ഈ ജീവിതം എനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ആ പാരത്രിക ലോകത്തേക്ക് വിജയിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഹിദായത്ത്, ഒരു വിശ്വാസം സംശയീകരിക്കാനും അത് സ്വീകരിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിപ്രധാനമായി എനിക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹമെന്ന് നമ്മൾ ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത് നമുക്ക് മാത്രമുള്ളതല്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുടുംബത്തെ കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തണം. എന്താണ് അതിന് ഹിദായത്ത്? ഹിദായത്ത് നമ്മൾ പറയലില്ലേ, ഒരു ദിവസം 17 തവണ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നില്ലേ? ഭൂരിഭാഗം ആൾക്കാർക്ക് അർത്ഥറിയില്ലെങ്കിലും ചോദിക്കുന്നുണ്ടല്ലോ. ഫാത്തിഹന്റെ അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ? ഖുർആൻ ക്ലാസ്സിൽ അതിൽ പരിഹസിക്കുന്ന ആളുകൾ ഇന്നുമില്ലേ? ഖുർആൻ പഠിക്കേണ്ടതില്ല. മനുഷ്യരെ, നിങ്ങളെ ഇരുട്ടറകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ ഗോപുരങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഖുർആനിന്റെ വചനങ്ങളാണ്, അള്ളയാണ്. പക്ഷേ സമൂഹത്തോട് പലരും ഇന്നും പറയുന്നത് എന്താ, നിങ്ങൾ ഖുർആൻ പഠിക്കേണ്ടതില്ല, അതൊക്കെ വലിയ വലിയ ആൾക്കാർ പഠിച്ചോളുന്ന. അല്ല, മനുഷ്യരെ നമുക്ക് നന്മയുള്ള ഒരു ജീവിതം ഉണ്ടാവണോ? നമുക്ക് ഏറ്റവും സൽസ്വഭാവമുള്ള ഒരു ജീവിതം ഉണ്ടാവണോ? നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് സ്വഹാബികൾ പലരും വന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്താ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്.
ഇന്ന് സമാധാനമില്ല കുടുംബത്തിൽ, ഇന്ന് പ്രശ്നങ്ങളാണ്. ഭർത്താവിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്. ശരി, അതിനെന്താ പ്രതിവിധി? നിങ്ങൾ എന്തു കൊടുത്തു? ഈ ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കണം, എന്താണ് ഹിദായത്ത്? അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ഏതാണ് ആ ഈമാൻ? അല്ലാഹ് പറയുന്നു, ഈമാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുകയും ദൃഢവിശ്വാസം അല്ലാഹുവിൽ ഉണ്ടാകുകയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായി. ആരിലാണ് വിശ്വാസം? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ദൈവമെന്നല്ല, എന്റെ ആരാധനകളും എന്റെ നേർച്ചകളും മുഹമ്മദ് നബി കാണുന്നല്ല, ബദരീങ്ങൾ കാണുന്നല്ല, ഏതെങ്കിലും മഹത്തുക്കൾ കാണുന്നല്ല. മറിച്ച് എന്നെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച ഈ അതിവിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ ശക്തി ആരാണോ ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ റബ്ബിനെ മാത്രം അംഗീകരിക്കുകയും ആ റബ്ബിനെ ഉൾക്കൊള്ളുകയും അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്ത് ലഭിച്ചവരെന്നുള്ള പറയുന്നു. അല്ലാഹ് പഠിപ്പിക്കുന്നത് അതാണ്. അവർക്കാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളത്, അവരാണ് മുഹ്തദീങ്ങൾ എന്നാണ് അല്ലാഹ് പഠിപ്പിക്കുന്നത്. ഈ ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. ആദ്യം നമ്മൾ സ്വയമാണ് പരിശോധിക്കേണ്ടത്. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഭയങ്കര ഉഷാറാ. അതിനു മുന്നോടിയായിട്ട് എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മാലയുടെ മാസമായതുകൊണ്ട് ഇതിങ്ങനെ വായിൽ വരുന്നുണ്ട് അല്ലേ? നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആദർശം, വിശ്വാസം എന്താ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആൻ. പ്രവാചകരെ, അങ്ങയുടെ സമീപത്ത് വന്ന് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എവിടെയോ ആണെന്നല്ല, അതിവിദൂരത്താണെന്നല്ല, എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നല്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്തു തന്നെയുണ്ട്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. പക്ഷെ നമ്മളെ നാട്ടില് പറഞ്ഞു കൊടുത്തത് എന്താ? അള്ളാഹുവിനോട് നിങ്ങൾക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അയാളുടെ പിയോട് അല്ലേ പറയാൻ പറ്റൂ? പിയെ അല്ലേ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നുള്ളൂ? അതുപോലെ തന്നെയാണ് അള്ളാഹുവിനോട് നേരിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ പഠിക്കരുതെന്ന് പറഞ്ഞവർ. കാരണം എന്താ? ഖുർആൻ പഠിച്ചാ ഇതാ കിട്ടുക. ഖുർആൻ പഠിച്ചാ പിന്നെ കിട്ടുന്ന ഇതാണ് കിട്ടുക. ഓരോ മനുഷ്യരും പൗരോഹിത്യത്തിന്റെ തടവറകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നേരിട്ട് റബ്ബിനോട് ചോദിക്കുന്ന, അവന്റെ സൃഷ്ടാവുമായി ബന്ധം സ്ഥാപിക്കുന്ന ഏറ്റവും ഉന്നതമായ വിശ്വാസത്തിന്റെ വക്താക്കളായി മാറും. പക്ഷേ അത് പഠിക്കരുതെന്ന് പറഞ്ഞവർ, നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ പെണ്ണിനോട് ചോദിക്കേണ്ടത് മൊയ്തീന്മാർ അറിയുന്ന അപ്പോഴല്ല, പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഈ ചോദ്യം ചോദിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. എന്താ അതിനകത്ത് പറഞ്ഞ്? ഖുർആൻ അറിയോന്നല്ല, നിങ്ങൾക്ക് ഈ മാലയറിയോ? മാലയോട് പറഞ്ഞതെന്താ? വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടെ നിന്ന് ആര് എന്ത് പ്രയാസങ്ങൾക്ക് വേണ്ടി എന്നെ വിളിച്ചാലും വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ചോദിച്ച് തീരുന്നതിന് മുമ്പ്, ചോദിച്ച് അവന്റെ നാവ് ഉള്ളിലേക്കിടുന്നതിന് മുമ്പ്, അവന്റെ വായടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവരുത്തരം കൊടുക്കും. ഇത് കോഴിക്കോട്ടുകാരൻ്റെതാണ്. അങ്ങ് കായൽപട്ടണത്തുകാരൻ്റെതോ? വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൽ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീൻ. കായൽപട്ടണത്തുകാരൻ സദഖത്തുല്ലാഹിൽ ഖാഹിരി അദ്ദേഹത്തിന്റെ കൃതിയിൽ ഖുതുബിയത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ആരെങ്കിലും വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി, ഒരു വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും എന്നെ 1000 തവണ വിളിച്ചാൽ, ആരെ വിളിക്കാനാ? അള്ളാഹുവിനെ വിളിക്കാനല്ല. അള്ളാഹു പറഞ്ഞത് അവനെ വിളിക്കാനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ്. പ്രവാചകന്മാര് പഠിപ്പിച്ചത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനാണ്. പക്ഷേ മാലയിലൂടെയും കുത്തുബിയത്തിലൂടെ 1000 വട്ടം ശൈഖിനെ വിളിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം?
അതുകൊണ്ടാണ് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാസം നമ്മളിങ്ങനെ കേട്ടു, യാ അബ്ദുൽ ഖാദിർ ജീലാനി. ഇത് 1000 വട്ടം വിളിച്ചു നമ്മളെ നാട്ടിൽ. അള്ളാഹുവിനോട് വിളിക്കേണ്ടവർ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടവർ, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ കുറിച്ച് മനസ്സിലാക്കി എന്തേത് പ്രശ്നങ്ങളും ആ റബ്ബിലേക്ക് സമർപ്പിക്കേണ്ട മനുഷ്യരതാ അള്ളാഹുവല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നു. ഇതാണോ ഹിദായത്ത്? ഇതല്ല ഹിദായത്ത്. ഇതാരാ പറയുന്നത്? അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. ഇതല്ല ഹിദായത്ത്. മറിച്ചെല്ലാം ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അള്ളാഹുവാണ് പറയുന്നത്, അവന്റെ ഖുർആനിലൂടെയാണ് പറയുന്നത്. അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് മുഹ്തദീങ്ങൾ, അവർക്കാണ് ഹിദായത്തുള്ളവർ. ഇനി ശരി, സമയം കുറവാണ്, അല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഹിദായത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ തൗഹീദ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, പ്രവാചകരെ താങ്കളുടെ കുടുംബാംഗങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ ദിവ്യബോധനം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയിലേക്ക് കയറുകയാണ്. അവിടെ കയറിയിട്ട് തന്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അൻഖിദൂ അൻഫുസകും മിനന്നാർ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിച്ചുകൊള്ളണേ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണേ. ഇത് അള്ളാഹുവിന്റെ ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ സന്ദേശങ്ങളാണ്. ഇത് ഉൾക്കൊള്ളണം. ഇത് റസൂലുള്ള പ്രബോധനം ചെയ്തു. അവിടെയാണ് തന്റെ മോളോട് പറഞ്ഞത്, മോളെ യാ ഫാത്തിമ, ഓ പൊന്നുമോളെ, സലീനി മാ ശിഇതി മിൻ മാലി, ഈ മുഹമ്മദിന്റെ സമ്പത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിൽ നിന്ന് പൊന്നുമോളെ നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ. ഈ ഉപ്പാന്റെ കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളാം. പക്ഷേ അൻഖിദീ നഫ്സകി മിനന്നാർ, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണെന്ന് പറഞ്ഞ് പാരത്രിക ലോകത്ത് പൊന്നുമോൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് പരലോകം. ഈ പരലോകത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. ഈ തൗഹീദ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് ഖുർആനിന്റെ ആദർശം, ഇതാണ് ഖുർആനിന്റെ സന്ദേശം. കുടുംബം, നമ്മളൊക്കെ പറയും എന്തിനാണ് കുടുംബം? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും വജഅലകും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു പറഞ്ഞു വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി കുടുംബമായി സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവനുണ്ട് എന്നതിനുള്ള അവന്റെ ദൃഷ്ടാന്തമാണത്. എന്തിനാണ് കുടുംബം? ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണിത്? സമാധാനം ഉണ്ടാവാൻ. കുടുംബം എന്തിനാണ്? സമാധാനമുണ്ടാവാൻ. പക്ഷെ ഇന്നത്തെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? സത്യസന്ധമായിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കും. എന്തുകൊണ്ടാണ് പുതിയ തലമുറ കല്യാണത്തിന് മടിക്കുന്നത്? പല കുടുംബങ്ങളുടെയും സമാധാനം കണ്ടിട്ടല്ലേ? പല കുടുംബങ്ങളിലെയും സമാധാനത്തിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ഞാനെല്ലാം കൂടെ പറയുന്നില്ല, ഇതൊക്കെ കണ്ടിട്ടല്ലേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിന് പരിഹാരം? മറ്റു പരിഹാരങ്ങളില്ല. ധാർമ്മികമായ അറിവുകൾ പകർന്നു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയതുപോലെ ഈ പരലോകത്തെ കുറിച്ചുള്ള കൃത്യവും വ്യക്തവുമായ ബോധം അവർക്കുണ്ടാക്കിയെടുക്കുക. അതാണ് റസൂലുള്ള ആദ്യമായിട്ട് കുടുംബങ്ങളിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞപ്പോ, അവർക്ക് ദഅവത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പരിചയപ്പെടുത്തിയത് പരലോകത്തെയാണ്. നമ്മൾ പരിചയപ്പെടുത്തിയോ? ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം നമ്മൾ തെരഞ്ഞിട്ടില്ലേ? ഏതാണ് ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല ജീവിത പങ്കാളി ഏതാണ്, ഏറ്റവും നല്ല പ്രൊഫഷണൽ വിദ്യാലയം എവിടെയാണ്, ഏറ്റവും നല്ല ക്യാമ്പസ് എവിടെയാണ്, ഒക്കെ നമ്മൾ പരിശോധിച്ചിട്ടില്ലേ? പക്ഷേ എന്റെ കുട്ടിക്ക്
എന്റെ കുടുംബത്തിന് ഒരു ദീനി അന്തരീക്ഷത്തോടു കൂടെ പഠിക്കാൻ അത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ പാരത്രിക ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളാണ് നൽകിയത്. ഇത് പ്രവാചകന്റെ മാത്രം പ്രത്യേകതയല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം ഒന്ന് മറച്ചു നോക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നമുക്ക് കാണാം. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം, മഹാനായ എന്റെ ഖലീലായ ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലാഹ് നമ്മോട് ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ട പിതാവേ, കാണുവാനും കേൾക്കുവാനും അസാധ്യമായ ഈ കൽപ്രതിമകൾക്ക് മുമ്പിൽ താങ്കൾ സാഷ്ടാംഗം നമിക്കുന്നത് എന്തിനാണ്? താങ്കളുടെ ആവലാദികളും വേവലാദികളും ഈ താങ്കളുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് എന്തിനാണ്? പിതാവിനോട് സംസാരിക്കാൻ, പിതാവിനെ ഉപദേശിക്കുകയാണ്. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യാ. ഞാൻ എന്റെ റബ്ബിൽ നിന്ന് കിട്ടുന്ന ദിവ്യ വെളിപാട് മുഖേന അങ്ങയോട് പറയുന്ന കാര്യങ്ങൾ അങ്ങ് പിൻപറ്റണം. ഫത്തബിഅ, നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ അഹ്ദിക സിറാതൻ സവിയ്യാ, നേരെയുള്ള ചൊവ്വായ സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് അങ്ങേക്ക് ഞാൻ മാർഗം കാണിച്ചു തരാം. പ്രിയപ്പെട്ട പിതാവേ, സ്നേഹത്തോടെ വിനയത്തോടെ എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് സംസാരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം. ഇബ്രാഹിം നബി മാത്രമാണോ? ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ ഒന്ന് മറിച്ചിട്ട് നോക്കൂ. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെന്താ? ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണോ മഹാനായ വലിയാണോ എന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരായാലും അള്ളാഹ് എടുത്തു പറഞ്ഞ ഒരു മഹാൻ തന്നെയാണ്. അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നു, തന്റെ മകനോട് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കളോട് ആരാ വയലു പറയല്? നമ്മളിങ്ങനെ കുടുംബ പരിപാടി വെക്കണം, എന്നിട്ടൊരു ഉസ്താദ് വന്നിട്ട് വയലു പറയും, ഇതല്ലേ? അല്ല, പിതാക്കളെ, മാതാക്കളെ, നമ്മൾ നമ്മുടെ മക്കളോട് വഅദ് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം തന്റെ മക്കളെ ഉപദേശിക്കുകയാണ്, വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, എന്താണ് നമ്മുടെ മക്കളോട് ആദ്യം പറയേണ്ടത്? എന്താണ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് നാം നൽകേണ്ടത്? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയത് അതേപടി അള്ളാഹ് എടുത്തു പറഞ്ഞു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ, നീ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കരുത്. അങ്ങനെ നീ ചെയ്തു പോയാൽ ഇന്നശ്ശിർക ലദുൽമുൻ അദീം, ഐഹിക ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടും പാതകമാണ് മോനെ ശിർക്ക്. പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളുടെ ഡൈനിങ് ടേബിളുകൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഇടമായി മാറിയിട്ടുണ്ടോ? തൗഹീദ് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഡൈനിങ് ഹാളിൽ, നമ്മുടെ ലിവിംഗ് റൂമുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ? ആശങ്ക നമുക്ക്. എന്താവും എന്റെ മക്കള്, അപ്പുറത്ത് ലഹരിയുണ്ട്, ഇവിടെ MDMA ഉണ്ട്, അവിടെ കഞ്ചാവാണ്, ഇവിടെ ബ്രൗൺ ഷുഗർ ആണ്, ഇത് എന്റെ വീട്ടിലേക്ക് വരുമോ? നല്ല ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇതാണ് ചോദ്യം, ഇതാണ് പരിഹാരം. പരിഹാരം മറ്റൊന്നില്ല. എന്താണോ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കുറിച്ചും യാക്കൂബ് നബിയെ കുറിച്ചും സൂറത്തുൽ ബഖറയിലെ 132-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നു, നോക്കുക, വസ്വാബിഹ ഇബ്രാഹിമു ബിബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ് ഈ ദീൻ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്.
ഈ ഇസ്ലാം, ഈ ദീൻ, ഇത് മക്കളെ നിങ്ങൾക്ക് റബ്ബ് കനിഞ്ഞു തന്നതാണ്. ആണോ? നമുക്കങ്ങനെ ഒരു ബോധമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ചോദിച്ചിട്ട് കിട്ടിയതാ അത്? ഇത് നമുക്ക് നമ്മുടെ റബ്ബ് അനുഗ്രഹിച്ചു തന്നതല്ലേ സഹോദരങ്ങളെ? ഇത് കിട്ടാത്ത എത്ര ആളുകളുണ്ട്. ലൂത്ത് നബിയുടെ ഭാര്യക്ക് ഇത് കിട്ടിയിട്ടില്ല, നബിയുടെ ഭാര്യക്ക് ഇത് കിട്ടിയിട്ടില്ല, നൂഹ് നബിയുടെ ഭാര്യക്ക് ഇത് കിട്ടിയിട്ടില്ല, പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഇത് കിട്ടിയിട്ടില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന് ഇത് കിട്ടിയിട്ടില്ല. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണസമയത്ത് പോലും പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു നോക്കി, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അവർക്കൊന്നും കൊടുക്കാത്തതാണ് സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും റബ്ബ് നൽകിയിട്ടുള്ളത്. ഔദാര്യമല്ലേ? ഇത് അല്ലാഹ് അനുഗ്രഹിച്ചു തന്നതല്ലേ? അതാണ് പ്രവാചകന്മാർ തങ്ങളുടെ മക്കളെ ഉപദേശിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, വല ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് തന്നെ ഈ ദീൻ കളഞ്ഞു കുളിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഈ ദീനിന്റെ കടക്കൽ കത്തിവെക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് പൊന്നുമക്കളെ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്നൊരു യഥാർത്ഥ മുസ്ലിം അല്ലാതെ നീ മരണപ്പെട്ടു പോകരുത്. മക്കൾക്ക് കൊടുത്ത ഉപദേശമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണവേളയെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യാക്കൂബൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മരണത്തിന്റെ സന്ദർഭത്തിൽ തന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കളോട് യാക്കൂബ് നബി ചോദിക്കുന്ന ചോദ്യം എന്താണ്? മാ തഅബുദൂന മിൻ ബഅദി. ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്, ഞാൻ മരിക്കാനായിട്ടുണ്ട്. എന്റെ കാലശേഷം എന്താവും നിങ്ങളുടെ വിശ്വാസം, എന്താവും നിങ്ങളുടെ ആചാരങ്ങൾ, എന്താവും നിങ്ങളുടെ കർമ്മങ്ങൾ? നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല. എന്റെ മക്കൾ വഴിമാറി സഞ്ചരിക്കുമോ എന്ന ഭയം മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകനായി യാക്കൂബ് നബിക്കുണ്ട്. അടിവരയിടണം, പ്രവാചകനായ യാക്കൂബ് നബിക്ക്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്കൊരു ടെൻഷനും ഇല്ല അല്ലേ? പക്ഷേ പ്രവാചകന്മാർക്ക് പോലും ഭയപ്പാടുണ്ട്. അവരുടെ മരണത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ പോലും തന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് ചോദിക്കാനുള്ള ഗൗരവം, ആ സ്ഥലം എനിക്കുള്ളതാണ്, ഇപ്പോഴത്തെ കട റൂം അത് എനിക്കുള്ളതാണ്, ഇത് പെങ്ങൾക്ക് കൊടുത്തേക്കാണ്, ഇതൊന്നുമല്ല. ആർക്കാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശവും ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, നിങ്ങൾ ആരെയാണ് ഇനി ആരാധിക്കുക? മക്കളുടെ മറുപടി, കാലോ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ആശങ്കപ്പെടേണ്ട പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ സമാധാനമായി പോയിക്കൊള്ളുക, താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾ ആരാധിക്കുന്നത് താങ്കൾ ഏതൊരു റബ്ബിനെയാണോ ആരാധിച്ചത് ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. താങ്കളുടെ പ്രപിതാക്കന്മാരായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഒക്കെ ആരാധന ഏതൊരു റബ്ബിലേക്കാണോ പോയിട്ടുള്ളത് ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ. ആ റബ്ബിന് 100% കീഴ്പ്പെട്ടവരായിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക എന്ന് മഹാന്മാരായ പ്രവാചകന്മാര് ചോദ്യവും അവരുടെ മക്കളുടെ ഉത്തരവും അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് എന്തിനാണ്? വെറുതെ ഓലൊക്കെ ഇങ്ങനെയായിരുന്നു അല്ല, അതിനല്ല. നമ്മുടെ വീടകങ്ങളിൽ സമാധാനമുണ്ടാവാൻ, നമ്മുടെ വീടകങ്ങളിൽ സക്കീനത്തുണ്ടാവാൻ, ആദർശബോധമുള്ള കുടുംബമുണ്ടാവാൻ എന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയോട്, നിങ്ങൾ ഈ രൂപത്തിലേ പെരുമാറാവൂ എന്ന്. ഞാനൊരു മുസ്ലിമല്ലേ, എന്റെ ഭാര്യയെ വേദനിപ്പിച്ചുകൂടാ, എന്റെ ഭാര്യയെ പ്രയാസപ്പെടുത്തിക്കൂടാ. ഫആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി ഇടപെടണമെന്ന് പറഞ്ഞത് ഖുർആനാണ്. പരലോകമുണ്ട്, അള്ളാഹുവിന്റെ അധ്യാപനമാണ്. ഞാനൊരു മുസ്ലിമാണ്, ഇത് അംഗീകരിച്ചേ എനിക്ക് മതിയാവൂ. ഖിയാറുക്കും ഖിയാറുക്കും ബിനിസാഇക്കും.
പകൽ മാന്യന്മാരായിക്കൊണ്ട് സമൂഹത്തിൽ മാന്യത ചമഞ്ഞുകൊണ്ട് സമൂഹത്തിനൊക്കെ ആവശ്യമുള്ളവനായി നടക്കുന്നവരല്ല മാന്യൻ, മറിച്ച് ഖിയാറുക്കും ബിനിസായിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവളോട് ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്നവനാണ് മാന്യനെന്ന് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കേണ്ടവനാണ്. ഇല്ല എങ്കിൽ പരലോകമുണ്ട്, അവിടെ ചോദ്യം ചെയ്യപ്പെടും, അവിടെ ശിക്ഷിക്കപ്പെടും. ഞാനൊരു മുസ്ലിമാണ്, എന്റെ ജീവിതത്തിൽ ഇത് പകർത്തേണ്ടവനാണ്. സമാധാനമുണ്ടാവും വീട്ടിൽ, സംസാരമുണ്ടോ? ഭാര്യ ആ രൂപത്തിലുള്ള ഇടപെടലാണോ? ധിക്കാരമാണോ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതെന്താ? അവനോടുള്ള പെരുമാറ്റം ശ്രദ്ധിക്കണേ, നിന്റെ ഭർത്താവിനോടുള്ള സംസാരം ശ്രദ്ധിക്കണേ, അവനോടുള്ള ഇടപെടലുകൾ നീ ശ്രദ്ധിക്കണേ. കാരണം അവനാണ് നിന്റെ നരകവും സ്വർഗവും വേർതിരിക്കുന്നത്. അവനോടുള്ള പെരുമാറ്റം, അവനോടുള്ള സംസാരം നിനക്ക് സ്വർഗം വാങ്ങിത്തരും. അത് നേരെ തിരിച്ചായാലോ നിനക്ക് നരകവും വാങ്ങിത്തരും എന്ന് പറഞ്ഞത് ഹബീബായ പ്രവാചകനാണ്. അതേ, ഞാനൊരു മുസ്ലിമത്താണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. പ്രവാചകന്റെ ആ കൽപ്പനയെ ഞാൻ ശിരസാ വഹിക്കുന്നു. എനിക്ക് പ്രയാസങ്ങളുണ്ട്, ഞാൻ ക്ഷമിക്കുകയാണ്. കാരണം എനിക്ക് നരകമിഷ്ടമല്ല, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. സമാധാനമുണ്ടാകും. സമാധാനമുള്ള കുടുംബം ഉണ്ടായിത്തീരണമെങ്കിൽ വേണ്ടതെന്താ? ദീനുണ്ടാവുക, ആദർശമുണ്ടാവുക എന്നുള്ളതാണ്. അവസാനം ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് അനുവദിക്കപ്പെട്ട് 5 മിനിറ്റൂടെയാണ് ബാലൻസ് അല്ലേ? 5 മിനിറ്റൂടെ അല്ലേ? അവസാനിപ്പിക്കാം. നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. ആദർശബോധമുള്ള കുടുംബം. ഈ സദസ്സിലേക്ക് നമ്മളൊന്ന് നോക്കാം. ഒരുപാട് മുതിർന്ന സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്. പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ്. ചെറുപ്പക്കാരിവിടെ ഇല്ലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ അറിയില്ല. കൂടുതലൊന്നും കാണുന്നില്ല. ഇനി ഇത്രയും ചെറുപ്പം ഉണ്ടാകും. പക്ഷെ പല സ്ഥലത്തും ചെല്ലുമ്പോ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ എന്തോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മൾ മൊബൈലൊക്കെ കൊടുത്ത് മറ്റേ ടിവിയിലെ ചാനലൊക്കെ റെഡിയാക്കി കൊടുത്ത് സുരക്ഷിതരായി വീട്ടിൽ ഇരുത്തി പോകുന്നതാണ് പലരും. ഇവിടത്തല്ല, അങ്ങനെയാണ് പലരും. നമ്മളങ്ങനെയാണെന്നല്ല, ഞങ്ങളെ കുറ്റം പറയല്ല. പക്ഷേ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ ആശങ്കകൾ, ഭയപ്പാടുകൾ, അത് നമുക്ക് ഉപേക്ഷിക്കണമെങ്കിൽ, അതിൽ നിർഭയരായി നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പഠിതാക്കളായി CRE ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ഒരുപാട് ആളുകളുള്ള ഒരു മഹല്ലിൽ കുട്ടികൾക്കുള്ള കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നുള്ള ക്ലാസ് നടക്കാതിരിക്കാൻ സാധ്യമില്ല. ഇനി നടക്കുന്നില്ല എങ്കിൽ അത് നടത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള അവസരമാണത്. അത് നഷ്ടപ്പെട്ടു പോകരുത്. അതിന്റെ അകത്ത് നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഖുർആൻ ക്ലാസുകൾക്ക് നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചില സംവിധാനങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകും. ഇനി ഇല്ല എങ്കിലോ നമ്മളാണ് പറയേണ്ടത്, വേറെ ആരുമല്ല. നമ്മളത് നിലനിർത്തിക്കൊണ്ടുവരണം. അതിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനെയാണ് ആദർശം ഉണ്ടാവുക. ഇനി നമ്മൾക്ക് വരാൻ പറ്റി, നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ ചർച്ച നടത്തണം. അതാണ് ആദർശമുള്ള കുടുംബം. നമ്മുടെ ലിവിംഗ് റൂമുകളും ഡൈനിങ് ടേബിളുകളൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ, ഇതല്ലാത്ത മറ്റൊരു കാര്യമല്ല, മറ്റൊരു പരിഹാരമില്ല. ഇത് തിരിച്ചറിയണം. നമുക്കങ്ങ് രക്ഷപ്പെടുത്തി കളയാം, നമുക്കങ്ങ് നന്നാക്കി കളയാം, ഓൻ വലുതായാൽ അങ്ങ് നന്നാകും. മിഥ്യാധാരണയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശമായ ഒരു ജനപദത്തെയാണ് അഭിമുഖീകരിച്ചത്, അഭിസംബോധന ചെയ്തത്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വഴിപിഴച്ച അങ്ങേ അറ്റം ദുർവൃത്തിയിലൂടെ ജീവിച്ച ഒരു ജനവിഭാഗമായിരുന്നു അവർ. പക്ഷേ അവരെ കുറിച്ച് കുറച്ചു കഴിഞ്ഞപ്പം ഖുർആൻ പറഞ്ഞതെന്താ? റളിയല്ലാഹു അൻഹും വറദൂ അൻ, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടുപോയി, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടുപോയി. ആരെ കുറിച്ചിട്ടാ? ആദ്യം മോശമാണെന്ന് പറഞ്ഞ ജനം എങ്ങനെയാ മാറിയത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചു. ആ പ്രവാചകൻ ചെയ്തത് എന്താണെന്നറിയോ?
വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തതാണ്. വയുസക്കീഹിം, അങ്ങനെയാണ് അവർക്ക് സംസ്കരണം നടത്തിയത്, അവർക്ക് പരിവർത്തനമുണ്ടായത്. വയുഅല്ലിമുഹുൽ കിതാബ്, അടിവരയിടണേ, വയുഅല്ലിമുഹുൽ കിതാബ്, അല്ലാഹുവിന്റെ തിരുദൂതർ അല്ലാഹുവിന്റെ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നമുക്കും പരിഹാരം. അധാർമിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ലഹരിയുടെ ആധിക്യമുണ്ട്, സ്വതന്ത്ര ചിന്താഗതിയുണ്ട്, ദൈവനിരാശമുണ്ട്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, ആശങ്കകളുണ്ട്. പരിഹാരം ഒന്നേ ഉള്ളൂ, കിതാബുല്ലാഹ്. അല്ലാഹുവിന്റെ കലാം, അതിനകത്തേക്ക് മടങ്ങുക, അത് പഠിക്കുക, അതിന്റെ പഠിതാക്കളാകുക, അതിന്റെ വാഹകരാകുക, അതിന്റെ പ്രചാരകരാകുക. കുടുംബങ്ങൾ ദീനി അന്തരീക്ഷത്തിലോ ഉള്ളതാവുക. എങ്കിൽ സമാധാനത്തോടെ ദുനിയാവിലും പാരത്രിക ലോകത്തും സമാധാനത്തോടുകൂടി നമുക്ക് എത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ മറന്നുപോകരുത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, പാരത്രിക ലോകത്ത് കുടുംബസമേതം ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ. മനസ്സിന് സമാധാനവും ഐശ്വര്യവും ഞങ്ങളുടെ ഇണകളിലും മക്കളിലുമൊക്കെ കൺകുളിർമ നീ പ്രദാനം ചെയ്യണേ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങളുടെ ഇമാമുകളാവാൻ തക്ക രൂപത്തിലുള്ള ആദർശബോധമുള്ള കുടുംബമാക്കി അള്ളാഹുവേ ഞങ്ങളെ നീ പരിവർത്തിപ്പിക്കണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഈ പ്രാർത്ഥന കാണാതെ അറിയാത്തവര് പഠിക്കണം. എല്ലാവർക്കും അറിയണ്ടാകും. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. നിരന്തരം അത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ദീനി ചുറ്റുപാടുള്ള അവസരമായി നമ്മൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇതുവരെ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ കർമ്മമായി അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെ ഈമാനോടുകൂടെ ജീവിക്കാൻ, കറകളഞ്ഞ തൗഹീദോടുകൂടെ ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ തൗബയോടുകൂടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വേദനകൾ കടിച്ചിറക്കി ജീവിക്കുന്നവരുണ്ട്, വീടുകളിലും ഹോസ്പിറ്റലുകളുമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, നീ പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാറാവ്യാധികളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, അധികം വലിയ പ്രയാസമായ പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹുവേ എളുപ്പത്തിൽ കടങ്ങൾ വീടാനുള്ള പരിഹാര മാർഗങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായ അസ്വസ്ഥതകൾക്ക് ഈ പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഇരു ലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയുന്ന, ഞങ്ങളെ കഫംപുടവ അണിയിക്കാൻ അറിയാവുന്ന ധാർമ്മിക ബോധമുള്ള മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ബർസഖി ജീവിതം സന്തോഷപൂർണ്ണമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്നേഹനിധികളായ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവേ, അവരെ അനുസരിച്ച്, അവരെ സംരക്ഷിച്ച്, അവർക്ക് നന്ദി ചെയ്ത് അവസാനം അവരുടെ തൃപ്തിയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്, പീഡനം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ സമാധാനം നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ അല്ലാഹുവേ, അവർക്ക് നീ കരുണ ചൊരിയണേ റഹ്മാനെ, സമാധാനം ചൊരിയണേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഷഹീദുകളെ സ്വീകരിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.